ഹലോ ഗായ്സ്. സോ നമ്മൾ ഇന്ന് പോകാണ്ടി പോണത് അധികം ആരും മൂന്നാറിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാത്തൊരു പ്ലേസ് ആണ് കേട്ടോ. ഇടിവിക്കുളം നാഷണൽ പാർക്കിലേക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് ഉണ്ട്. പിന്നെ ഒരാളുടെ എൻട്രി ഫ്രീ എന്ന് പറയുന്നത് 200 ആണ്. സെൽഫായിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ചെന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ ഒരു 4-5 ബസ് ഇതേപോലെ കുഞ്ഞു മിനി ബസ് ഉണ്ട്. അപ്പോൾ ഓരോ ട്രിപ്പിലും ഒരു 10-20 പേരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണതുകൊണ്ട് പെട്ടെന്ന് തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി. വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളി വ്യൂ. സൈഡിലൊക്കെ നല്ല എന്താ പറയുക, നല്ല രസം അത് കാണാൻ വേണ്ടി. നമ്മൾ ഈ ഒരു താഴത്തെ പോർഷനിൽ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് ആ മലയുടെ ഏറ്റവും പൊക്കത്താണ് നമ്മൾ ചെല്ലണത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഫസ്റ്റത്തെ നാഷണൽ പാർക്കാണ് കേട്ടോ ഇത്. നമ്മളിവിടെ ചെല്ലുമ്പോൾ തന്നെ കുറേ നീലഗിരി ടാറ് കാണാൻ വേണ്ടി പറ്റും. ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കാനുള്ള പെർമിഷനൊന്നും നമുക്കില്ല. ടച്ച് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ നടന്ന് ഒരു പകുതിയൊക്കെ എഴുപ്പോൾ തന്നെ ഞങ്ങൾക്ക് കതച്ചു. പിന്നെ അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു. ഞങ്ങൾ ഓർത്ത് റെസ്റ്റൊക്കെ എടുത്ത് പയ്യെ പോകാമെന്നൊക്കെ ഓർത്ത് അങ്ങനെ ഇരിക്കുന്ന സീനാണിത്. ഇനി നിങ്ങൾ മൂന്നാർ വരുമ്പോൾ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യരുത് കേട്ടോ. ഫ്രണ്ട്സും ഫാമിലിയായിട്ട് നമുക്ക് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടും കൂടിയാണിത്. എങ്ങനെ വന്നാലും നമ്മളൊരു ഹാഫ് എ ഡേ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ ബെറ്റർ ആയിട്ട് പോകേണ്ടതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം പോകാൻ നോക്കുക. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ ഇവിടെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലൈമറ്റും എല്ലാം കൊണ്ടും നല്ലതായിരിക്കും. അതേപോലെ പോണ വഴിക്ക് കുറേ പ്ലാന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഓരോ പ്ലാന്റിനും ഓരോരോ പെക്യുലാരിറ്റീസ് ഉണ്ട്. അതെല്ലാം സൈൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ ഞങ്ങളുടെ അവിടുത്തെ ഗാർഡ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു നീലക്കുറിഞ്ഞി പൂക്കണ സമയത്ത് ഈ ഒരു മൗണ്ടൻ കാണാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം നോക്കി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റും. പിന്നെ അങ്ങനെ നടന്നു പോയപ്പോഴാണ് കണ്ടത് എല്ലാവരും ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് വെള്ളം കുടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്നാൽ പിന്നെ പോയിട്ട് അവിടെ നിന്ന് കുടിക്കാമെന്നൊക്കെ ഓർത്ത്. മൗണ്ടനിൽ ഡയറക്റ്റ് തന്നെ വെള്ളം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പായിരുന്നു ആ വെള്ളം. മുഖം കഴുകാനാണെങ്കിലും കുടിക്കാനാണെങ്കിലും നല്ല ഫ്രഷ് വാട്ടർ ആയിരുന്നു അത്. ഞങ്ങൾ ഫുഡിന് മുമ്പ് കയറിയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഈ പാർക്കിൻ്റെ അവിടെ നിന്ന് താഴ്ത്ത്, അതായത് മൗണ്ടൻ്റെ അവിടെ നിന്ന് താഴ്ത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ തന്നെ ഓർത്ത് പോയത്. അപ്പോൾ പ്രത്യേകിച്ച് അവിടെ ഇങ്ങനെ ഊണോ അല്ലെങ്കിൽ ബിരിയാണിയോ അങ്ങനത്തെ ടൈപ്പ് ഫുഡ് ഐറ്റംസ് ഒന്നും ഇല്ല. എല്ലാം ഈ കേക്ക് ഐറ്റംസ് ആണ്. ഞങ്ങൾ കേക്കും ജ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടത്. കേക്ക് എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചോക്ലേറ്റിൻ്റെ കപ്പ് കേക്കും ഫിലിപ്പ് ഒരു ബട്ടർ കപ്പ് കേക്കാണ് വാങ്ങിച്ചത്. ചോക്ലേറ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. പക്ഷേ അതിനെക്കാട്ടും നല്ല ടേസ്റ്റ് എന്ന് പറയണത് മറ്റേ ഫിലിപ്പ് വാങ്ങിച്ചത് തന്നെയായിരുന്നു. അത് ബട്ടറിൻ്റെയും നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു ആ ഒരു കപ്പ് കേക്കിന് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കപ്പികൾ കഴിച്ച് വന്ന ബസ്സിൽ തന്നെ ഞങ്ങൾ തിരിച്ച് കയറിയിരുന്നു. അപ്പോൾ ഈ ബസ്സിൻ്റെ ട്രാവൽ ചാർജിങ് ഒക്കെ അതിൽ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ മൂന്നാറിൽ വരുമ്പോൾ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യാണ്ട് വിസിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ ദെൻ ബൈ.